ശ്രീ സലിം മടൂർ അങ്ങേക്ക് മറുപടി പറയാം. ഇതിനിടയിൽ ഡോക്ടർ ശശി തരൂർ ഒരല്പം സെൻസോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. സർക്കാരിനെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കുന്നില്ല, സർക്കാരിനെ വിമർശിക്കാം, പക്ഷേ ഇസ്രായേലുമായി ഒന്ന് താരതമ്യം ചെയ്യാൻ ഡോക്ടർ ശശി തരൂർ ശ്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഒക്ടോബർ 7 അവിടെ കടന്നു ചെന്ന ഇസ്രായേലിനും ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോൾ ആ നടപടികൾക്കൊക്കെ ശേഷമാണ് അവിടുത്തെ പ്രതിപക്ഷം പോലും ആ യുദ്ധം, ആ തീവ്രവാദത്തിനെതിരായ ഭീകരതയ്ക്കെതിരായ യുദ്ധം അല്ലെങ്കിൽ അതിനെ തുടച്ച് നീക്കിയ ശേഷമാവാം നമ്മുടെ രാജ്യത്തിനുള്ളിലെ ജനാധിപത്യ സംവാദമെന്ന്. അത്ര ബോധം പോലും ഇല്ലാത്തവരാണ് ഇവിടെ എന്നാണ് അനൂപ് ആന്റണി ജി പറഞ്ഞു വെച്ചത്. സലിം മടൂർ അങ്ങേക്ക് മറുപടി പറയാം. ഞാൻ വളരെ ചുരുക്കി സമയം വളരെ കുറച്ച് സമയം എടുക്കുന്നു. എന്റെ ചോദ്യം ഇപ്പോഴും ആകാശത്ത് 370 വകുപ്പിലെ ഏത് ക്ലോസ് ആയിരുന്നു അത് നിലനിന്ന സമയത്ത് അവിടുത്തെ ക്രമസമാധാനം നിയന്ത്രിക്കുന്നതിൽ പോലീസിനെയും പട്ടാളത്തെയും നിയന്ത്രിക്കുന്നത് തടസ്സപ്പെട്ടിരുന്നത്? Madam, I am asking which clause of Article 370 stopped the Indian Army or the JNK police from interfering in law and order in Kashmir? That is my question. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് എടുത്തു കളഞ്ഞപ്പോ എന്ത് സ്വാതന്ത്ര്യം പുതുതായിട്ട് പട്ടാളത്തിന് കിട്ടിയത്? നേരത്തെ ഇങ്ങോട്ട് കല്ലെറിയുമ്പോൾ പട്ടാളത്തിന് തിരിച്ച് ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നേരത്തെ അക്രമം നടത്തുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തിയിരുന്നു. നേരത്തെ തോക്കെടുത്ത് ഇങ്ങോട്ട് വെടിവെക്കുമ്പോൾ അങ്ങോട്ട് വെടിവെക്കുന്നത് തടസ്സപ്പെടുത്തിയിരുന്ന 370 വകുപ്പ് ഇല്ലല്ലോ. അപ്പൊ 370 വകുപ്പും ഈ സമാധാനമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. 370 വകുപ്പ് എടുത്തു കളഞ്ഞത് കൊണ്ട് കാശ്മീരിൽ അവർക്ക് നേരത്തെ ഇന്ത്യ ഗവൺമെന്റ് ഒരു മാന്യമായ ജെന്റിൽമെൻ എഗ്രിമെന്റ് പ്രകാരം കൂടി ആ പ്രൊമീസ് ജനങ്ങൾക്ക് കൊടുത്തത് പിൻവലിച്ചു. അവർ ഒന്നും കിട്ടാനില്ല. കാശ്മീരിലെ ജനങ്ങൾക്ക് 370 വകുപ്പ് ഉള്ളത് കൊണ്ടും ഇല്ലാത്തത് കൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്ത് ഗുണമുള്ളത്? ഒന്നുമില്ല. പിന്നെ ഒരു വകുപ്പ് അവിടെ ഉണ്ടാക്കലുള്ളൂ. പിന്നെ 35 പ്രകാരം അവർക്ക് സ്വത്തിന് ഒരു സംരക്ഷണം. ഇനി ഞാൻ ചോദിക്കുന്നത്, കാശ്മീരിലെ ജനങ്ങൾക്ക് ഇതേപോലെ ഭൂമിക്ക് വില കിട്ടുമെങ്കിൽ ഈ 371A ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നാഗാലാൻഡിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഭൂമി കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ കല്യാണം കഴിക്കും. അതേപോലെ അരുണാചൽ പ്രദേശിൽ ഭൂമി വാങ്ങണമെങ്കിൽ നമ്മൾ അവിടെ പോയി കല്യാണം കഴിച്ചിട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല. അവിടെ ഒരു കല്യാണം കഴിച്ച് ഭാര്യയുടെ പേരിൽ അവിടെ ഭൂമി കിട്ടും. ആളുകൾ പലരും അങ്ങനെ ചെയ്യുന്ന മലയാളം. അതേപോലെ തന്നെ മിസോറാമിൽ വാങ്ങാൻ പറ്റില്ല. അപ്പോ അവിടുത്തെ ജനങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം കൊടുത്തൂടെ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഫ്രീഡം കൊടുത്തൂടെ? ഭൂമി വാങ്ങാനുള്ള ഈ 371A തൊട്ടിട്ട് G വരെയുള്ള വകുപ്പ് A, B, F, G ഒക്കെ ഉണ്ടല്ലോ. മണിപ്പൂരില് നിങ്ങൾ നേരത്തെ പറഞ്ഞു അവിടെ ക്രമസമാധാനം വളരെ പ്രതിസന്ധിയിലാണ്. നമ്മള് കൊഹിമയിൽ നിന്ന് സഞ്ചരിച്ചാൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഈ മെയ്റ്റി വിഭാഗക്കാര് ഇതിനകത്ത് ഹെലികോപ്റ്ററിൽ കയറിയിട്ടാണ് ഒരേ ചെറിയ സംസ്ഥാനത്ത് അപ്പുറത്തേക്ക് പോകുന്നത്. നേരെ പോയിക്കൂടാ. മെയ്റ്റി കുക്കി വിഭാഗത്തിലെ ഡ്രൈവർമാർക്ക് റോഡിൽ വാഹനം ഓടിക്കാൻ പറ്റില്ല. ആരാ ഓടിക്കുന്നത്? അരുണാചലിൽ അതേപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ഡ്രൈവർമാർ മാത്രമേ അതിലെ ടാക്സി ഓടിച്ച് ദീർഘദൂരം പോകുന്നുള്ളൂ. അവരുടെ ലൊക്കാലിറ്റി ഒരു കൊച്ചു സംസ്ഥാനത്ത് 3 രാജ്യങ്ങളെ പോലെയാണ്. അവിടെ നാഗന്മാരുടെ ഒരു ഭാഗത്ത് ഒരു സംസ്ഥാനം പോലെ, ഒരു രാജ്യം പോലെ, അതിൽ കുക്കികൾക്ക് മറ്റൊരു രാജ്യം പോലെ, മെയ്റ്റികൾക്ക് മറ്റൊരു രാജ്യം. ഇത് BJPയുടെ തലതിരിഞ്ഞ സാമ്പത്തിക സംവരണം അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചു. മെയ്റ്റികൾ എന്ന് പറയുന്ന സമ്പന്ന വിഭാഗത്തിന് ഈ കുക്കികളായ മലഞ്ചെരിവ് താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് കൊടുക്കുന്ന സംവരണം ഇവർക്കും കൊടുത്തുകൊണ്ട് സംവരണത്തെ അട്ടിമറിക്കാൻ ഇവിടെ ദേശീയ തലത്തിൽ ഈ രാജ്യത്ത് കൊണ്ടുവന്ന സാമ്പത്തിക സലിം മടൂർജി, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല എന്ന് അങ്ങ് പറഞ്ഞതുപോലെ ഒരൊറ്റ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനുള്ള പ്രതികരണമാണ്, അതിന്റെ പ്രത്യാഘാതമാണ് ഇവിടെ സംഭവിച്ചതെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറയുകയാണ്. ആർട്ടിക്കിൾ 370 ശരി, സമ്മതിച്ചു. കശ്മീരിലെ അങ്ങ് പറയുന്ന പോലുള്ള കശ്മീരിലെ ജനതയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. കശ്മീരിലെ ജനത കശ്മീരിലുള്ള സംവിധാനത്തിന് വ്യത്യാസവും ഉണ്ടായില്ല. ഒരു നിമിഷം ഈ ചോദ്യം ഒന്ന് കേൾക്കൂ സലിം മടൂർജി. ഞാൻ ക്ഷമയോടെ കേട്ടിരുന്നില്ലേ? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് കൊണ്ടാണ് ഇതുണ്ടായതെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അപ്പൊ നമുക്ക് ഇവിടെ എല്ലാവരും ഇറങ്ങുമോ? ഇതുപോലെ ഇഷ്ടമല്ലാത്ത നിയമം നടപ്പിലാക്കിയാൽ ഉടനെ നമ്മൾ വിളിച്ചു വരുത്തുമോ? AK-47 വിദേശ മെഷീൻ ഗണ്ണും ഒക്കെ ആയിട്ട് പിടിച്ചിറങ്ങിയിട്ട് ആൾക്കാരുടെ മതം ചോദിച്ചിട്ട് ഇങ്ങ് വെടിവെക്കും. അങ്ങേക്ക് കലിമ എന്താണെന്ന് അറിയാമോ? അങ്ങേക്ക് ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഈ കാശ്മീരില് കുട്ടികള് എന്റെ സ്ഥാപനത്തിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു അധ്യാപകൻ കൂടെയാണ്. എനിക്ക് എന്റെ മകൾ ഇപ്പോഴും പഠിക്കുന്നത് കാശ്മീരിലാണ്. കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രതിഷേധ സമരത്തിൽ ഞാൻ മകളോട് അവൾ പേടിച്ചു, ഞാൻ ഇറങ്ങി സമരത്തിന്റെ മുന്നിൽ പോകണം. അവിടുത്തെ ആ കുട്ടികളെ ഷെരി കാശ്മീർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ആ സമരത്തിൽ സജീവമായി പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ തന്നെ ആരും അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ തന്നെയാണ്. എന്റെ അഭിപ്രായം ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തില് പാക് ഒക്കപ്പൈഡ് കാശ്മീരിനെ നമ്മുടെ കാശ്മീരിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് കാശ്മീർ ഒന്നിച്ച് ഇന്ത്യയിൽ വേണം.
ഹരി സിംഗ് രാജാവ് ഇന്ത്യയിൽ ലയിപ്പിച്ച കാശ്മീർ ഒന്നിച്ചു വേണം. ഇവിടെ വെറുതെ പ്രസ്താവന നടത്തി അതൊക്കെ ചെയ്യുന്നതിന് പകരം ക്രിയാത്മകമായിക്കൊണ്ട് ആ പാർക്ക് ഒക്കപ്പായിട്ട് കാശ്മീർ കൂടെ പിടിച്ച് ഇന്ത്യയിൽ ലയിപ്പിക്കണമെന്ന് വ്യക്തമായ നിലപാടുള്ള ആളാണ്. ഞാൻ പറഞ്ഞത് 370 വകുപ്പ് എടുത്തത് കൊണ്ടല്ല സമാധാനം വന്നത്, അവിടെ വികസനം കൊണ്ടുവന്നത് കൊണ്ടാണ്, നുഴഞ്ഞുകയറ്റം തടഞ്ഞത് കൊണ്ടാണ് സമാധാനം വന്നത്. ആ രീതിയിൽ പടിപടിയായി വന്ന സമാധാനത്തെ ഈ ഒരു ദിവസം എടുത്തു കളഞ്ഞ് ഒന്നുമില്ലാത്ത എല്ലും തൊഴിയുവായ ഈ 370 തലയിൽ ചാർത്തി അങ്ങനെ രാഷ്ട്രീയ ക്രെഡിറ്റ് നേടേണ്ട BJP എന്നാണ് പറഞ്ഞത്. ശരി, അങ്ങയുടെ പൊളിറ്റിക്കൽ പോയിന്റ് ഈസ് വെരി വെൽ ടേക്കൺ.